പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാമുൻ. അതിനകത്ത്, അതായത് സ്വർഗത്തിനകത്ത് അവരുടെ പ്രാർത്ഥന അല്ലാഹു അതിനക്ക് സ്തോത്രം എന്നായിരിക്കും. അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം സമാധാനം എന്നായിരിക്കും. അവരുടെ പ്രാർത്ഥനയുടെ അവസാനം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി എന്നായിരിക്കും. ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ഭൂമിയിൽ സൽക്കർമ്മം ചെയ്തവർ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? എനിക്ക് സ്തോത്രം. സ്തോത്രം എന്ന് വെച്ചാൽ സുബ്ഹാനക എന്നുള്ള പദമാണ് സുബ്ഹാനക, പരിശുദ്ധനാവണം, അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നവർ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അഭിവാദ്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഭിവാദ്യങ്ങൾ സമാധാനം എന്നായിരിക്കും. മറ്റു വ്യക്തികളെ കാണുമ്പോൾ സലാം, നമ്മളിപ്പോൾ അസ്സലാമലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയും, തിരിച്ചിങ്ങോട്ട് വലൈക്കും അസ്സലാം എന്ന് പറയും, അല്ലെങ്കിൽ സലാമുണ്ട് എന്ന് പറയൂലേ. എന്തൊക്കെയുണ്ട്? സലാമുണ്ട് എന്ന് പറയും. നമ്മളിപ്പോൾ ഹിന്ദുക്കളെ കണ്ടാലൊക്കെ ഇപ്പം സലാമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവിടെ അന്യോന്യമാണ് പ്രാർത്ഥന, അഭിവാദ്യങ്ങൾ സമാധാനം എന്നായിരിക്കും, സലാം എന്നായിരിക്കും. അവരുടെ പ്രാർത്ഥനയുടെ അവസാനം ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി എന്നായിരിക്കും. എന്ത് സംസാരിച്ച് കഴിഞ്ഞ് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിന് സ്തുതി അൽഹംദുലില്ലാഹ് എന്നായിരിക്കും അവരുടെ അവസാനം, പ്രാർത്ഥനയുടെ അവസാനം. പിന്നെ ഇവിടെ മുകളിൽ പറഞ്ഞ ആയത്തിൽ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായി അവരുടെ രക്ഷിതാവ് അവരെ നിർവയിലാക്കുന്നതാണ്. അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തോപ്പുകളിൽ അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ നേർവഴി കാട്ടിക്കൊടുക്കും. അപ്പം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ഏക ഒരു പ്രാർത്ഥന, ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്നാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ നേർവഴി നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് വേണം? ഇവിടെ വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വിശ്വാസമുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ആ സൽക്കർമ്മങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. വിശ്വാസവും സൽക്കർമ്മങ്ങളും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് പ്രകാശിക്കും, ലൈറ്റ് പ്രകാശിച്ചിട്ടില്ലെങ്കിലോ കറണ്ട് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായി? അപ്പോൾ വിശ്വാസമുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടാവും. ചില ആൾക്കാർ 5 നിസ്കരിക്കും, പക്ഷെ ഒരു സൽക്കർമ്മങ്ങൾ പോലും ചെയ്യില്ല. ഞാൻ ഇങ്ങോട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പണ്ട് ഞാനൊരു വയറിംഗ് പണിക്കാരൻ്റെ കൂടെ പണിയെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കൈക്കോട്ടിൻ്റെ ഒരു ആവശ്യം വന്നു, കൈക്കോട്ട് പിക്കാസിൻ്റെ ഒരു ആവശ്യം വന്നു. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ പോയിട്ട് കൈക്കോട്ട് ചോദിച്ചപ്പോൾ ഇവിടെ കാത്തു നേരപ്പോൾ അയാളുടെ മരുമകളാണ് വന്നത്. അപ്പോൾ നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കാത്തുനിന്ന് കഴിഞ്ഞപ്പം ഇവിടെ കാത്തിക്കേണ്ടി വന്നു. കഴിഞ്ഞ മുപ്പിൽ പറയുക, പ്ലംബിങ്ങിൻ്റെ ആൾക്കാർ നിങ്ങൾ സാധനം കൊണ്ടുവരണം, അല്ല മറ്റുള്ളവരുടെ വീട്ടിൽ നല്ല മേടിക്കൽ, കൈക്കോട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൈക്കോട്ട് അപ്പുറത്തുണ്ട്, ഒരു ആലയിൽ ഒരു കൈക്കോട്ട് ഞാൻ കണ്ട്. അതിൻ്റെ താഴെ ഒഴിഞ്ഞെടുക്കാണ്, എടുക്കാൻ പറ്റില്ല, അങ്ങനെ ആകെ നിസ്കാര ടൈമൊക്കെ ഉണ്ട് അയാൾക്ക്. എന്നിട്ടാണ് ഇങ്ങനെ ചിലപ്പം ഇത് പിന്നെ ഈ വ്യക്തി നമ്മളിപ്പോൾ പണിയെടുക്കുന്ന സ്ഥലവും വീടും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും, എന്തോ നമുക്കറിയില്ല. എന്നിരുന്നാലും നിസ്കാര ടൈമൊക്കെ ഉള്ള വ്യക്തിയാണ്. നിസ്കരിച്ച് ശേഷമാണ്, നിസ്കരിച്ച് മുഖത്ത് ആ ഉളുവിൻ്റെ വെള്ളമൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് ആകെ ഒരു നിരാശയായി. ഇത്ര നേരം കാത്തുനിന്ന് വെറുതെ ആയല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? സൽക്കർമ്മങ്ങളില്ലാത്ത വിശ്വാസം. അതുകൊണ്ട് വിശ്വാസമല്ല. വിശ്വാസമുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ? സൽക്കർമ്മങ്ങളില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. ആളെ കാണിക്കാൻ വേണ്ടി നിസ്കാരമാണ്. അയാൾക്ക് എന്തൊക്കെ ചില ആ നിസ്കാരം കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ആളെ കാണിക്കൽ, അല്ലെങ്കിൽ എന്തൊരു പ്രത്യേക മനസ്സുഖം, അയാൾക്കൊരു സുഖം, അല്ലെങ്കിൽ ഒരു വിശ്രമം, വ്യായാമം, ഇതൊക്കെ മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും അള്ളാഹുവിൻ്റെ കണക്കിൽ ഏർപ്പെടില്ല. വിശ്വാസം ഉണ്ടോ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും അല്ലേ. ചില ആൾക്കാർ
ഉണ്ടാവും. എന്ത് സഹായം മറ്റുള്ളവരെ സഹായിക്കുക, പിടിക്കുക, അങ്ങനെയൊക്കെ ഒരാളുണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ കാസർഗോഡ് നീലേശ്വരത്ത് ഒരു ഖബർ പൊളിച്ചപ്പോൾ, യാദൃശ്ചികമായി പൊളിച്ചപ്പോൾ, കാരണം ആളെ സംഖ്യ മരിച്ച ആ പ്രദേശത്ത് സ്ഥലം കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം ഇപ്പോൾ മുമ്പ് വെച്ച ഖബർ പൊളിച്ച് അവിടേക്ക് മറ്റുള്ള ഖബറുകൾ വെക്കും. അവിടെയുള്ള അസ്ഥിശകലങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. 10-20 വർഷം കഴിഞ്ഞ ഖബറുകളൊക്കെ വീണ്ടും പൊളിച്ചിട്ട് അവിടെ മറ്റു പുതിയ ആളെ വെക്കും, മയ്യത്തുകൾ വെക്കും. അപ്പോൾ പഴയ ഖബറിലൊന്നും ഉണ്ടാവില്ല, ഒക്കെ ദ്രവിച്ച് ചിലപ്പോൾ തൊടയുടെ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ചാക്കിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു ഖബറിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഒരു ഖബറിലേക്ക് കൊണ്ട് വെക്കും, അല്ലെങ്കിൽ വേറെ കുഴി കുത്തി വെക്കും. ഇപ്പോൾ 10-50 ഖബർ പൊളിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ ഇട്ട് ഒരു ഖബറിൽ വെക്കാൻ മാത്രമുള്ള അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രം ഒരു മറ്റൊരു ഖബറോ അല്ലെങ്കിൽ കുഴിയോ കുത്തിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഈ 10-50 ഖബർ ഇവർക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അവർ ചെയ്തപ്പോൾ ഒരുപാട് ഖബറുകളിലൊക്കെ എന്തെയൊക്കെ അസ്ഥിശകലങ്ങളായി പോയിട്ടുണ്ട്. പക്ഷേ ഒരു ഖബർ പൊളിക്കാൻ തുടങ്ങുമ്പോൾ നല്ല സുഗന്ധം വന്നു. അങ്ങനെ പൊളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴോ ഒരു മയ്യത്ത്, അതിൻ്റെ കഫൻ പുടവ പോലും ഒന്നും സംഭവിച്ചിട്ട് പുതിയതുപോലെ പീടികയിൽ നിന്ന് വാങ്ങി അതേപോലെ തന്നെ കഫൻ പുടവ. അത് തുറന്നു നോക്കുമ്പോഴോ ഒരു വ്യക്തി, മരണപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മുടി പോലും ഒരു മാറ്റം മുടി പോലും കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ പുഴുക്കൾ ഭക്ഷിക്കുകയോ ഒന്നുമില്ല. എങ്ങനെയാണോ അദ്ദേഹം മരിച്ചത് അതേപോലെ തന്നെ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴോ അത് സാധാരണ വ്യക്തിയാണ്, ഒരു കൂലിപ്പണിക്കാരനാണ്. നിസ്കാരമൊക്കെ ഉണ്ട്, പള്ളിയിൽ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണം എന്ന് വെച്ചാൽ ആർക്കും ഭക്ഷണം കൊടുക്കും. മനസ്സിലായി, ആരെ കണ്ടാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വരും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി കൊടുക്കും. അതിന് വലിയ താല്പര്യം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം നിസ്കാരം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ വ്യാപിച്ചു. മനസ്സിലായി, വിശ്വാസം എന്ന് വെച്ചാൽ നിസ്കാരമാണല്ലോ. കാര്യങ്ങൾ നമുക്കറിയാം. ഷഹാദത്ത് കലിമ, 5 നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെയാണല്ലോ വിശ്വാസ കാര്യങ്ങൾ. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. മനസ്സിലായി, വിശ്വാസ കാര്യത്തിൽ ഒരു സൽക്കർമ്മങ്ങളൊന്നും പറയുന്നില്ല. മനസ്സിലായി, നമ്മൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പറയുന്നുണ്ടല്ലോ, അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നില്ല. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, അല്ലേ, ഷഹാദത്ത് കലിമ ചെല്ലണം. ഷഹാദത്ത് കലിമ എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോഴേ ചൊല്ലിപ്പോകുന്നതാണ്, നമ്മൾ അറിയുന്നില്ല. പക്ഷെ സൽക്കർമ്മങ്ങൾ നമ്മിൽ വരും. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മിൽ സൽക്കർമ്മങ്ങൾ വരും. പറഞ്ഞു വന്ന് ഇദ്ദേഹം ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തത് കാരണം എന്താണ്, അദ്ദേഹത്തിന് വിശ്വാസം, യഥാർത്ഥ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ മറ്റു പല ഖബറുകളും മറ്റു മഹാന്മാരായ ഔലിയാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒക്കെ ദ്രവിച്ച് മണ്ണായി പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. അകപ്പാട് ചെയ്യുന്ന സൽക്രമങ്ങൾ എന്ന് വെച്ചാൽ നിസ്കാരവും നോമ്പും ഒക്കെ കൃത്യമായി നിർവഹിക്കും. പോരാത്തതിൽ ഭക്ഷണം കൊടുക്കും, ആരെ കണ്ടാലും ഭക്ഷണം കൊടുക്കും, കുശലാന്വേഷണം നടത്തും, ഭക്ഷണം നടത്തും. നമ്മളെപ്പോഴും ആർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക, ആരെ കണ്ടാലും ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ഭിക്ഷ അയച്ചു വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും നാണയത്തുട്ടുകൾ കൊടുക്കുക. ഒരിക്കലും നിരാകരിക്കരുത്, അവരെ ഒഴിവാക്കി കളയരുത്. അവർ കുട്ടികളെ പിടിക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പല ആൾക്കാരുണ്ട്. പല സ്ഥലത്തും ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, ഈ പ്രദേശത്ത് ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. അവരെ ഭിക്ഷ കൊണ്ട് കള്ളു കുടിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ മുമ്പിൽ കൈ നീട്ടി വരുമ്പോൾ നമ്മളത് കൊടുക്കണം. ഇപ്പോൾ അത്രക്കും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് കൈ നീട്ടുന്നത്. ഇപ്പം ഇന്നലെ ഞാൻ കണ്ടു, ഞാനിങ്ങനെ ബൈക്കിൽ വരുമ്പോൾ ഒരു വ്യക്തി, ഒരു ഭിക്ഷക്കാരൻ ഒരു കലുങ്കിൻ്റെ മുകളിലിരിക്കുന്നു. ഒരു കാറുകാരൻ AC ഇട്ട കാറാണ്, 30 AC ഗ്ലാസ് താറ്റിട്ട് എന്ത് ചെയ്തു, ഈ ഭിക്ഷക്കാരനെ വിളിച്ച് 10 രൂപ കൊടുത്തു. ഭിക്ഷക്കാരൻ പൈസ ചോദിച്ചിട്ടില്ല, അവിടെ ഇരിക്കുകയാണ്, കലുങ്കിൽ ഇരിക്കുകയാണ്. ഈ പൈസ കിട്ടിയ ഉടനെ തന്നെ യാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ നീട്ടി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയും ഒക്കെ
പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ കാണും. കാരണം അത് അത്രക്കും കഷ്ടപ്പെട്ടിരിക്കുക, ഒരു പൈസ കിട്ടണം, എന്തെങ്കിലും ഒരു ഭക്ഷണം വിശന്ന് ഇരിക്കുകയായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് മറ്റുള്ളവർ ചോദിക്കാനുള്ള മടിയേറ്റമായിരിക്കും. അപ്പം എന്തോ ഈ കാറുകാരൻ എന്തോ തോന്നിയിട്ടുണ്ടാവും കൊടുക്കാൻ, അല്ലെങ്കിൽ ഇയാൾ മുമ്പ് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഭാവപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അത് കാണാനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും വേണ്ടില്ല അദ്ദേഹം, ഞാൻ കണ്ടു, ഞാൻ ബൈക്കൊപ്പം പാസ് ചെയ്തിങ്ങനെ പോകുക, അപ്പോഴാണ് ഈ കാറുകാരൻ ഗ്ലാസ് താഴ്ത്തി പൈസ കൊടുക്കുകയും അപ്പം തന്നെ ഇദ്ദേഹം ആകാശത്തെ കൈ നീട്ടി പുഞ്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചിലപ്പോൾ ചെറിയ മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നിരുന്നാലും അപ്പം അങ്ങനെ നമ്മൾ പല ആൾക്കാരും ഉണ്ടാവും, കഷ്ടപ്പെട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കുട്ടികളെ കാണാനില്ല എന്ന പരാതിയുടെ മേൽ നമ്മൾ ആരെയും ഒഴിവാക്കി കളയാതെ വീട്ടിലെ ആരെങ്കിലും ഭക്ഷണത്തിന് വരിക എന്തിനൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക. പറഞ്ഞു വരുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആണ് ഈ സ്വർഗം കിട്ടുക. അതുമാത്രമല്ല ഇതിപ്പോൾ സ്വർഗത്തിലാണ് എന്നിവിടെ പാടുന്നില്ല. അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തോപ്പുകൾ അവരുടെ താഴ്ഭാഗത്തു കൂടി അഴിവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പാടുന്നുണ്ട്. പക്ഷെ അത് പരലോകത്തിലെ സ്വർഗമാവാം, അല്ലെങ്കിൽ ഹിലോകത്തും ആവാം. ഹിലോകത്തും നമുക്ക് എന്താവും, അനുഗ്രഹം നിറഞ്ഞ സ്വർഗത്തോപ്പുകൾ ലഭിക്കും. സ്വർഗത്തോപ്പുകൾ നല്ലൊരു പ്രദേശത്ത് നമ്മൾ എത്തിപ്പെടും. ഇപ്പം നമ്മളെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടാണ്? ഹൈന്ദവ പുരാണ പ്രകാരം പിന്നെ പരശുരാമ മഴ പറഞ്ഞിട്ടാണ് അവർ കേരളം ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അപ്പം മാതൃനബിയുടെ കാലത്ത് എന്തുണ്ട്, ഈ കേരളമുണ്ട് അല്ലേ? അദ്ദേഹത്തിന് കാൽപാദം കൊല്ലാണ്ട് ഇതുണ്ടല്ലോ. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കടലെടുത്ത് പോയിട്ടുണ്ടാവും. അല്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് വെള്ളം ഉയർന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, കേരളം മുങ്ങിപ്പോയിട്ടുണ്ടാവും. നമുക്കറിയാമല്ലോ, പശ്ചിമഘട്ടം അല്ലേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ വടക്ക് ഭാഗത്തായിക്കൊണ്ട് കിഴക്ക് ഭാഗത്തായിക്കൊണ്ട് മലനിരകളുണ്ട് അല്ലേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉയരത്തിൽ മലനിരകൾ. അപ്പം കേരളം പൊതുവെ താഴ്ന്ന പ്രദേശമാണ്. മനസ്സിലായി? ഒരു കുളത്തിൽ വെള്ളം പതുക്കെ നിറയുമ്പോൾ എന്തെയും ആദ്യത്തെ പടവ് മുങ്ങും അല്ലേ, പിന്നെ രണ്ടാമത്തെ പടവ് മുങ്ങും, മൂന്നാമത്തെ അങ്ങനെയാണല്ലോ വെള്ളം കയറി വരിക. അപ്പം അതുപോലെ ഇത് കേരളം പൊതുവെ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് എന്ത് ചെയ്തു, കനത്ത നബിയുടെ പ്രളയകാലത്തൊക്കെ കേരളം മുങ്ങിപ്പോയിട്ടുണ്ടാവും. പിന്നീട് എന്ത് ചെയ്ത് വെള്ളം താഴ്ന്നിട്ടുണ്ടാവില്ല. പിന്നെ പരശുരാമൻ്റെ കാലത്തൊക്കെ ആയിരിക്കും. പരശുരാമൻ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഒരു ദൈവമായിട്ടൊക്കെ കണക്കാക്കുന്നത്. ഇപ്പം ഒരു മഹാനായ വ്യക്തി, വലിയ ആലിമോ സൂഫിയോ ഒക്കെ ആയിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് മനുഷ്യർ വന്നു, കുറച്ച് ജനങ്ങൾ വന്നു. അപ്പോൾ അവർ താമസിക്കുന്ന പല സ്ഥലത്തും വരെ ഓടിക്കപ്പെടും. ഇവിടെ സത്യസന്ധത മൂലം ദുഷ്ടരായ ജനങ്ങൾ സത്യസന്ധന്മാരെ ഓടിക്കലും. അങ്ങനെ ഓടിക്കപ്പെട്ട ജനങ്ങൾ എല്ലാവരും കൂട്ടായ്മയായിട്ട് വരും അല്ലേ. ഒറ്റപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഒരിക്കൽ കൂടിച്ചേരുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കഞ്ചാവ് വഴിക്കാരനാണ് കൂട്ടുക, അവനെന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവൻ്റെ വീട് വിട്ടിറങ്ങും. അങ്ങനെ അവന് തെരുവിലും റോഡിലും അല്ലെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് വേറൊരു കഞ്ചാവ് വലിക്കാരനെ കൂട്ട കിട്ടും. അപ്പോൾ അവന് സുഹൃത്തായി മാറി. അങ്ങനെ ഒരു കൂട്ടായി മാറും അല്ലേ. അതുപോലെ തന്നെ സത്യസന്ധരായ ആളുകളെയും ജനങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ. സത്യം തുറന്നു പറയുന്ന ആൾക്കാർ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം പ്രവാചകനെയും കാല ജനങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, നൂഹ് നബിയെയും ഒക്കെ, ഇബ്രാഹിം നബി, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളൊക്കെ ജനങ്ങൾ ഒറ്റപ്പെടും. അപ്പോൾ അവർ വീട് വിട്ടിറങ്ങേണ്ടി വരും. ചിലപ്പോൾ സ്ത്രീകളും അവരുടെ കൂടെ, ഏതെങ്കിലും സ്ത്രീകളും അവരിഷ്ടപ്പെടുന്ന സ്ത്രീകളും ഒക്കെ അവരുടെ കൂടെ വരും. നമ്മൾ ഇന്ത്യൻ എന്ന സിനിമ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, അവിടെ കമലഹാസന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ സ്ത്രീയും അതിനുവേണ്ടി അങ്ങനെ പോരാടുകയും അങ്ങനെ അവർ ഒന്നിക്കുകയും ചെയ്യുന്ന സന്ദർഭം കാണുന്നുണ്ട്. വസ്ത്രം ബഹിഷ്കരിക്കുകയാണ് ഒരു സ്ത്രീ. കമലഹാസനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പം ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ, പോളിസ്റ്റർ വസ്ത്രത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അപ്പോൾ യുവതിയെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി അവരുടെ വസ്ത്രങ്ങളൊക്കെ പിച്ച് ചീന്തി മാനഭംഗം ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് കമലഹാസൻ വരുന്നതും ആ ബ്രിട്ടീഷുകാരെയൊക്കെ അടിച്ചോടിക്കുകയും ചെയ്തത്. അങ്ങനെ ഇവർ തമ്മിൽ ഒന്നാവും, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ തമ്മിൽ ഒന്നായി മാറുകയാണ്. അപ്പം അങ്ങനെ
പല നാടുകളിലും ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികൾ തമ്മിൽ ഒന്നായി ചേർന്ന് അങ്ങനെ അവരെന്ത് ചെയ്തു, കേരള തീരത്തെത്തി എന്ന് കൂട്ടുക. അപ്പോഴാണ് പരശുരാമനെ കാണുകയും അദ്ദേഹം ഇവിടെ സത്യസന്ധത മനസ്സിലായി അദ്ദേഹം മഴ കടൽ നീങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ മഴ പറഞ്ഞാൽ കടലൊക്കെ നീങ്ങിപ്പോകും. നമ്മുടെ മൂസാ നബിയുടെ സംഭവമൊക്കെ അറിയാമല്ല. മഹാന്മാരായ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പല ജീവജാലങ്ങളോടും കൽപ്പന നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ നല്ല വ്യക്തികൾ, അള്ളാഹുലേക്ക് അടുത്ത വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് എല്ലാ ജീവജാലങ്ങളോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജിബ്രീൽ മാലാഖ വരെ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തത്. എല്ലാ ജീവജാലവും, സകല ജീവജാലവും ജന്തുജാലങ്ങളൊക്കെ മനുഷ്യന് വഴിപ്പെടണം. അതുകൊണ്ടാണ് ആനയെ വരെ മനുഷ്യൻ മെരുക്കിയെടുക്കുന്നത്. ആനയെ, പുലി, കടുവ, സിംഹം ഇതിനൊക്കെ നമ്മൾ കൂട്ടിലിട്ട് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണല്ലോ. മനുഷ്യർക്കിപ്പം മെരുക്കിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ കുറെ കഴിഞ്ഞാൽ അതും മെരുക്കിയെടുക്കും. അള്ളാഹു അത് അങ്ങനെ നിക്ഷേപിച്ച് വെച്ച് അങ്ങനെ ഒരു താക്കീത് അവരോട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിനിധികളാണ് ഇവർ പറഞ്ഞനുസരിക്കണം, ഇവർക്ക് വഴിപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാന്മാർ മഴ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കടൽ നീങ്ങി അവിടെ കേരളമായിട്ട് മാറുകയും ചെയ്തു. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അള്ളാഹു നമുക്ക് കൂടുതൽ വിജ്ഞാനം നൽകുമാറാകട്ടെ. ആമീൻ.